ഈ പീരീഡിലൊന്നും. ആ 20 കുട്ടികൾക്കും അധികം പിന്തുണ കൊടുക്കുകയാണ്. അത് പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിവിഷൻ നടത്തുകയാണ്. റിവിഷൻ നടത്തിയിട്ട് വീണ്ടും ഒരു പരീക്ഷ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം വരപ്പെടും. ആ അധിക പിന്തുണ അധ്യാപകർ തന്നെ കൊടുക്കാം. അവിടെയുള്ള കമ്മിറ്റി തീരുമാനിച്ചതിന് ശേഷം റിട്ടയർഡ് അധ്യാപകർ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടില്ല. പിന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയൊക്കെ തന്നെ അവരുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടാവും വിചാരിച്ചു. ഇതിൻ്റെ ഒരു ശ്രദ്ധ സമൂഹത്തിലെ ആകെ ഒരു ശ്രദ്ധ ഈ കാര്യത്തിലുണ്ട്. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ മേയറായിരുന്നപ്പോഴാണ് ജനകീയ ആസൂത്രണം വന്നത്. 95-2000 ആണെന്ന് തോന്നുന്നു. നമുക്ക് കിള്ളിപ്പാലത്ത് ഒരു സ്കൂൾ ഉണ്ടറിയാലോ. അവിടെ SSLC പരീക്ഷ പിന്നെ ഒരു കുട്ടിയും ചെയ്യുക. അങ്ങനെയുള്ള ഒരു സ്കൂളായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ആയി തീർന്നു. ജനകീയ ആസൂത്രണം വന്നപ്പോൾ ഈ അധിക പിന്തുണയും പിന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി. ഈ സ്കൂളിൽ നമ്മൾ നാട്ടുകാരെയൊക്കെ യോഗം വിളിച്ചു കൂട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് എല്ലാ SSLC പരീക്ഷയുടെ എല്ലാ കുട്ടികളും ജയിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരെ പ്രയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പരിശ്രമം അവിടെ നടത്തിയപ്പോൾ ആദ്യത്തെ വർഷം അവിടെ എഴുതിയതിൽ ഏതാണ്ട് 50% കൂടുതൽ കുട്ടികൾ ജയിച്ചു. 50% വീണ്ടും പരാജയപ്പെട്ടു. അപ്പൊ നമുക്കൊരു ശ്രദ്ധയും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ ഇത് വിജയിക്കും. അല്ലാതെ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലാവും വേണമെങ്കിൽ സ്കൂളിൽ വന്നോട്ട് വേണമെങ്കിൽ പരീക്ഷ എഴുതിക്കോട്ട് എന്തായാലും ജയിക്കുമല്ലോ എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതിനെ പിന്തുണയ്ക്കുന്നതിനോട് നമുക്ക് ഒരു കാരണവശാലും പിന്തുണയ്ക്കുന്നതിന് പറ്റും. അതിപ്പോ ഇപ്പം കുറച്ചുകൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഉള്ള കണക്ക് മാധ്യമങ്ങൾക്ക് തരാം. അല്ല നിങ്ങളോട് മനസ്സിലാക്കിയിരിക്കുന്നവരല്ല തരാം. അല്ല നമ്മുടെ 4 സെറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 5 സെറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അത് ഇന്നാണല്ലോ ഒരു സെറ്റ് എടുത്ത് പരീക്ഷ നടത്തിയത്. ഇനി ഒരു സെറ്റ് എടുത്ത് കൊടുക്കാം. നമ്മളെപ്പോലെ പോലുള്ള കുറച്ചുപേർക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചുപേർ വരുന്ന ഒരു പ്രശ്നമില്ല. അങ്ങനെ കോട്ടയത്തല്ലേ പറയുന്നത്. കോട്ടയത്തെ പറയുന്നവരുടെ മക്കളുടെ എഞ്ചിനീയറിംഗ് മെഡിക്കലും ഒക്കെ കഴിഞ്ഞു. ഈ പാവങ്ങൾ എങ്ങനെ ആയിക്കോട്ടെന്ന് മക്കളാണ്. കുട്ടികളല്ലാണ്ട് ഡിഒ അല്ലെങ്കിൽ സിഒ കിട്ടിയ കുട്ടികൾക്ക് ഇനിയും പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവുമോ? പരീക്ഷ വേണ്ടല്ലോ, അവർക്ക് അധിക പിന്തുണ ക്ലാസ് വേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയാൽ പിന്നെ അവിടെ അതൊരു ചിലപ്പോൾ രക്ഷകർത്താക്കളല്ല അവരെക്കാഴ്ച കുട്ടികളുടെ വീട്ടിൽ നിന്ന് ഒരു ശല്യം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ ക്ലാസ് കൊടുത്തിട്ട് ഇനി അത് വലിയൊരു പ്രശ്നമായി മാറുന്നൊരു വിഷയമുണ്ട്. അത് ഇവരെല്ലാവരും കൂടെ നമുക്ക് ശരിയാക്കാൻ പ്രയാസമായിരിക്കും. ഏറ്റവും പറഞ്ഞിട്ടുണ്ട് പരീക്ഷ 27 മുതൽ 30. ഇതിൽ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒരു ഗൗരവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അധ്യാപക സംഘടനയ്ക്കും ആദ്യം എതിർത്തവർക്കും പിന്മാറാൻ പറ്റാത്ത നിലയിൽ അവർ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കാര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ ചേർന്നാൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരങ്ങളിലൊക്കെ തന്നെ പരീക്ഷ എഴുതിപ്പിക്കുവാനും വിജയിക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ഇന്നലെ കൊച്ചിയിലെ ഒരു സംഭവം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എന്താണ്? റിപ്പോർട്ട് ഉച്ചയ്ക്ക് തരുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ കിട്ടിയിട്ടില്ല. ടെലഫോണിലൂടെ സംസാരിച്ചപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ച സ്ഥിതിയല്ല ടെലഫോണിലൂടെ ജില്ലാ ലേബർ ഓഫീസർ എന്നോട് സംസാരിച്ചത്. ഇത് 4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പിന്നെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ട കുറച്ചുകൂടെ ഡീപ്പായി മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. പിന്നെ ഇത് സൗഹാർദ്ദപരമായി പിന്നെ നടത്തിയതാണെന്നുള്ള ഒരാശയവും പറയുന്നു. പിന്നെ അതിന് കണ്ടവരാരും പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും കൂടെ വിശദമായിട്ട് അന്വേഷിക്കുക. വിശദമായിട്ട് അന്വേഷിച്ച് വളരെ ഗൗരവമായി തന്നെ എന്നെ കണ്ടുകൊണ്ടുള്ള റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞു. അത് 2 ദിവസം തരാമെന്ന് പറഞ്ഞു. മുട്ടിലേക്കൊക്കെ സൗഹാർദ്ദപരമായിട്ട് നടത്തിക്കുകയെന്ന് പറഞ്ഞത് എന്തൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ അതിൽ
അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടുകാരനാണല്ലോ ഞാൻ നിങ്ങളൊക്കെ. അങ്ങനെ ഉണ്ടായ എല്ലാ സ്ഥാപനത്തെ പൂട്ടിക്കാനും നമുക്കൊരു മടിയുമില്ല. പക്ഷെ നമുക്ക് അതിന്റെ തെളിവും കാര്യങ്ങളും വെച്ചോണ്ടല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ തൊഴിൽ വകുപ്പ് അത് സംബന്ധിച്ചെന്ന രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് തൊഴിലുറപ്പ് ഞാൻ അറിയണല്ലോ. അതല്ല, പക്ഷെ അങ്ങനെ വാർത്ത വന്നപ്പോൾ ലേബറിന്റെ ചിലപ്പോ ഏതെങ്കിലും ലെവലിലെ ഉദ്യോഗസ്ഥന്മാരും ഞാൻ ഈ സംസാരിച്ച കാര്യങ്ങൾ ആരുടെയെങ്കിലും ലൂസ് ടാക്ക് നടത്തിയായിരിക്കും. അല്ല, തൊഴിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് ഇന്നലെ പറഞ്ഞല്ലോ, ആ നിലപാട് തന്നെയാണ്. ആ കത്തിലുള്ള ഒരു മാറ്റമില്ല. പക്ഷെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് കിട്ടി ഈ തരുന്ന റിപ്പോർട്ട് തൃപ്തികരമല്ല എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലേബർ കമ്മീഷൻ ലെവലിലോ ലേബർ സെക്രട്ടറി ലെവലിലോ IAS ഓഫീസർമാർ അന്വേഷിക്കാൻ വേണ്ടി ചോദിക്കും. ചില സ്ഥാപനങ്ങളിൽ നമ്മുടെ ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ആണ് ഈ തൊഴിൽ നിയമങ്ങൾ 100% നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും അതൊന്നുമില്ല. മിനിമം വേതനം പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. പരാതി കിട്ടാതെ നമുക്ക് നിയമപരമായി ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോ നമുക്കറിയാം, നമ്മൾ മെയിൻ റോഡിൽ നടന്നു പോയാൽ NH റോഡിലൊക്കെ കണ്ടാൽ നമുക്ക് രണ്ട് സൈഡിലും കാണാം പ്രായം ചെന്ന ആൾക്കാർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ശേഷം ഇവിടെ ഭക്ഷണം കഴിക്കാൻ റെഡി എന്നെല്ലാം പറഞ്ഞുള്ള ബാഗ് പോയിട്ടുണ്ട്. പ്രായം ചെന്ന ആൾക്കാർ നിൽക്കുന്ന സ്ഥിതി, അതായത് ഇരിക്കാൻ കസേരയില്ല, മഴയത്തൊരു കുടയില്ല. അപ്പൊ അതിന് ഒരു ഉത്തരവ് നമ്മൾ കൊടുത്തു ലേബർ ഡിപ്പാർട്ട്മെന്റ്. ഒരു 50% ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടെക്സ്റ്റൈലിലുള്ള കുട്ടികൾ, സഹോദരിമാർ, അവർക്ക് സ്റ്റൂൾ വേണമെന്നാണ് ഉള്ള നിയമം. അവർക്ക് ഇല്ലല്ലോ. ഇതിന്റെ അധികം പത്രപ്രവർത്തകർക്ക് മിനിമം വേതനം എത്ര പത്രസ്ഥാപനം നടപ്പിലാക്കുന്നു? മിനിമം വേതനം നടപ്പിലാക്കണമല്ലോ. അത് എത്ര പത്രസ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നു? ഞാനിതിപ്പം പൊതുവിൽ പറഞ്ഞതാണ്. ഡെസ്കിൽ ചെന്ന് ഇരിക്കാൻ പോലും സാധനം കസേരയില്ലാത്ത എത്രയും സാധനങ്ങളുണ്ട്. ഈ സംഭവത്തില് ആ വീഡിയോയിലുള്ള വ്യക്തികൾ എന്ന് പറയുന്ന ആൾക്കാർ അത് സൗഹൃദപരമായിട്ടാണ് നടന്നതെന്നുള്ളൊരു വാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരും ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടായതായി മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അപ്പൊ അവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്ക് അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല. ഒരു വിട്ടുവീഴ്ച ചെയ്തെന്ന് സംശയിക്കുകയും വേണ്ട. ഇതിന്റെ മുതലാളിമാരാണല്ലോ, അവർ പല രൂപത്തിലുള്ള കഥകൾ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. പക്ഷെ നമുക്ക് ഒരു നടപടി സ്വീകരിക്കുമ്പോൾ കോടതിയൊക്കെയുള്ളതാണ്. അതിന്റെ എല്ലാ കൃത്യമായിട്ടുള്ള രേഖകളും പരിശോധിച്ച് മാത്രമേ സ്വീകരിക്കാൻ പറ്റും. വേളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അവിടെ SNDP-കാർക്ക് സ്കൂൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കോളേജ് ഉണ്ടോ അവിടെ, ഹയർ സെക്കൻഡറി സ്കൂളില്ല, ഇതൊരു പല കംപ്ലൈന്റ്സ് പറഞ്ഞു. ഇത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്റെ ശ്രദ്ധയില് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് പറഞ്ഞ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സുരേഷ് ഗോപി പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കൺസേൺ ആയിട്ടുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ സാധാരണഗതിയിൽ അദ്ദേഹം തരുന്ന പരാതിയെല്ലാം പരിഹരിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ പറഞ്ഞിട്ടുമില്ല. ഇനി തോന്നുന്നു പുതിയ സ്കൂളിന്റെ കാര്യം വല്ലതും ആണോ എന്ന് എനിക്കറിയില്ല. അത് നമ്മൾ അനുവദിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും കൂടെ അവരുടെ സമുദായത്തിൽ തുടങ്ങാൻ പറ്റിയിട്ടില്ല. ശരിയാ, ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ ശരിയായി. കാരണം നമ്മളങ്ങനെ ഞാൻ മന്ത്രി വന്നതിന് ശേഷം അദ്ദേഹം ഒരു അപേക്ഷ തന്നിട്ടില്ല. തന്നാവട്ടെ ഞാൻ മാത്രം തീരുമാനിക്കാൻ പറ്റിയില്ല. ക്യാബിനറ്റാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. എല്ലാ സാധാരണഗതിയിൽ ഈ മന്ത്രിതലത്തിൽ തീരുമാനിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ അവരെല്ലാം പറയാറുണ്ട്, ഇടപെടാറുണ്ട്, കത്തിയിടാറുണ്ട്. അതെല്ലാം ന്യായമായ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാറുണ്ട്. 4 വർഷക്കാലമായിട്ട് അവരാരും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഇന്നലെ വൈകിട്ട് മിനിസ്റ്റർ പറഞ്ഞിരുന്നു ആശാസമരത്തില് മിനിസ്റ്റർക്ക് അപേക്ഷ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ അവര് പറയുന്നത് 27-ാം തീയതി മിനിസ്റ്റർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ടെന്നാണ്. അപ്പൊ അത് മിനിസ്റ്റർക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയുണ്ടാവും. മിനിസ്റ്റർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. മിനിസ്റ്ററിന്റെ ഔദ്യോഗിക മെയിലും മിനിസ്റ്ററിന്റെ പേഴ്സണൽ മെയിലും അയച്ചിട്ടുണ്ടെന്നാണ് ആശമാര് പറയുന്നത്. അല്ല, നേരിട്ട് വരാമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു കാര്യം അവര് പറയുന്നുണ്ട്. 27-ാം തീയതി മിനിസ്റ്റർക്ക് മെയിൽ അയച്ചിട്ടുള്ള ഒരു പകർപ്പും അവർ
നൽകുന്നുണ്ട്. ഞാൻ ആ മെയിൽ നോക്കാം. അതൊരു സാങ്കേതിക കാര്യം മാത്രമാണ്. ആർക്കാർക്കെങ്കിലും ടെലിഫോൺ ചെയ്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു മധ്യസ്ഥ വഹിക്കണം, എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് നോക്കണം, ഈ ബുദ്ധിമുട്ടാണ് ഇത്ര ദിവസം സമരം ചെയ്തതിൽ എന്നെല്ലാം പറഞ്ഞ് അവർക്ക് ഇടപെടാമല്ലോ. ഇത് അങ്ങനെ ഒരു നിലപാട് മിനിസ്റ്റർ ഈ മെയിൽ പരിശോധിച്ച ഒരു നീക്കം ഉണ്ടാവോ? മിനിസ്റ്ററിന്റെ മധ്യസ്ഥയിൽ ഒരു ചർച്ച നടത്തിയാലേ എവിടെ വെച്ചാൽ തീർക്കണമല്ലോ മിനിസ്റ്റർ. ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇത് ഈ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇരട്ടി ആക്കണമെന്നുള്ളതാണ്. അത് നടക്കുന്ന കാര്യമാണ്. പാർട്ടിയുടെ തലപ്പത്തേക്ക് ഒരു മലയാളി വന്നേക്കാണ് സെക്രട്ടറി ആയിട്ട്. നമുക്കെല്ലാം ആഹ്ലാദിക്കാം, സന്തോഷിക്കാം. മാത്രം